നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. വിധിക്ക് പിന്നാലെ പെരിയ കല്യോട്ടുണ്ടായത് വികാരനിർഭര രംഗങ്ങൾ. സ്മൃതി കുടീരത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ. സുസ്ഥിര വികസനം. കാസർഗോഡ് CPCRIയിൽ 3 ദിവസത്തെ സെമിനാറിന് തുടക്കം. ഡോക്ടർ ഹിമാൻഷു പഥക് ഉദ്ഘാടനം ചെയ്തു. കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന ആരോപണം. ബീരിച്ചേരി ജനകീയ കൂട്ടായ്മ പ്രതിഷേധം നടത്തി. പിലിക്കോട് ഫാം കാർണിവൽ തുടങ്ങി. കാർഷിക മേഖലയിലെ വിജയത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂവെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കേളുകുട്ടി അയ്യപ്പ ഭജന മന്ദിരത്തിൽ ശ്രീ അയ്യപ്പ ഭഗവാന്റെ നൂതന രചിത രേഖാ പ്രതിഷ്ഠ ഭക്തിയുടെ നിറവിൽ നടന്നു. ബ്രഹ്മശ്രീ ഉളിയ വിഷ്ണു അസ്ത്രിയുടെ കാർമ്മികത്വത്തിലായിരുന്നു പ്രതിഷ്ഠ. കാർഡുക ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാർഷിക പ്രദർശന വിപണനമേള ശനിയാഴ്ച ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. 1 മുതൽ 8 വരെയുള്ള പ്രതികളെയും 10ാം പ്രതിയെയും 15ാം പ്രതിയെയുമാണ് എറണാകുളം CBI കോടതി ശിക്ഷിച്ചത്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 പേരെ 5 വർഷത്തെ തടവിനും കോടതി ശിക്ഷിച്ചു. വിധിക്ക് പിന്നാലെ പെരിയ കല്യോട്ട് വികാരനിർഭര രംഗങ്ങളാണ് ഉണ്ടായത്. സങ്കടം താങ്ങാനാകാതെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം വിങ്ങിപ്പൊട്ടി. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി കുടീരത്തിന് മുൻപിൽ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയുമുണ്ടായി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 1 മുതൽ 8 വരെ പ്രതികളായ A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ഗിച്ചിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ്, 10ാം പ്രതി T. രഞ്ജിത്ത്, 15ാം പ്രതി A. സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറഞ്ഞത്. പിഴ തുക കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിന് കൈമാറണമെന്നും കോടതി വിധിച്ചു. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധിയുണ്ടായിരിക്കുന്നത്. വിധി പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പെരിയ കല്ലിയോട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ എത്തിയിരുന്നു. വിധിക്കു പിന്നാലെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മൃതി കുടീരത്തിന് മുന്നിൽ വികാരനിർഭര രംഗങ്ങളാണുണ്ടായത്. സങ്കടം താങ്ങാനാകാതെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബാംഗങ്ങൾ വിങ്ങിപ്പൊട്ടി. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി കുടീരത്തിൽ കുടുംബാംഗങ്ങളും നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചനയും നടത്തി. സ്മൃതി കുടീരത്തിന് മുന്നിൽ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയുമുണ്ടായി. 6 വർഷത്തെ നിയമ പോരാട്ടത്തിനാണ് വിധിയിലൂടെ ഫലമുണ്ടായിരിക്കുന്നതെന്ന് കൃപേഷിന്റെ സഹോദരി കൃപ പ്രതികരിച്ചു. നീതി ലഭിച്ചു. 6 വർഷത്തെ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്നുണ്ടായത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ വെറുതെ വിട്ടവർക്കും ശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ശക്തമായ ഒരു വിധിയുണ്ടാകണമെന്നാണ് കേരളം ആഗ്രഹിച്ചതെന്നും അതിനടുത്തു നിൽക്കുന്ന വിധിയാണ് CBI കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് MP പ്രതികരിച്ചു. അക്രമ രാഷ്ട്രീയത്തിനെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായ ഒരു താക്കീതായിരിക്കണം ഈ വിധി പ്രസ്താവന എന്ന് കേരളം ആഗ്രഹിച്ചിട്ടുണ്ട്. ഏതാണ്ട് അതിനടുത്തു നിൽക്കുന്ന ഒരു വിധി പ്രസ്താവനയാണ് ബഹുമാനപ്പെട്ട CBI കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരാണ്. അതിനെല്ലാ തരത്തിലുമുള്ള സർവ്വ സന്നാഹങ്ങളും അവർ ഒരുക്കി. പക്ഷേ അതെല്ലാം ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് ഈ പ്രതികളെല്ലാം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ തുടരുമെന്ന് CPMൻ്റെ നേതാക്കന്മാർ പല പ്രസ്താവനകളിലൂടെ, സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞത് ഇത് അവസാനത്തെ കോടതിയല്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഇനിയും അവർ ശ്രമിക്കും എന്നുള്ളതിൽ സംശയമില്ല.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാജ്യത്തെ ജനാധിപത്യ മനസ്സുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുന്നതുവരെ നീതി നടപ്പിലാകാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടി ഭരണകൂടത്തിൻ്റെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് അവർ പരിശ്രമിച്ചാൽ അതിനെതിരായ പോരാട്ടം കൂടി ഉണ്ടാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. വിധി പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിലെങ്ങും പോലീസിന്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. പെരിയ, കല്യോട്ട് പ്രദേശങ്ങൾ ഉൾപ്പെടെ കനത്ത പോലീസ് നിരീക്ഷണത്തിലും കാവലിലുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഒരു പരിധിവരെ തൃപ്തരെങ്കിലും 10 പ്രതികളെ വെറുതെ വിട്ടതിൽ ആശങ്കയുണ്ടെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ. ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകുമെന്നും വിധിക്ക് ശേഷം പ്രതികരിക്കവേ സത്യനാരായണൻ പറഞ്ഞു. പുറത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ആശങ്കയാണ്. കാരണം അവർ രക്ഷപ്പെട്ടു, അവർക്ക് ഇനി എന്ത് ചെയ്യാം, അവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല. എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, CKC നിന്നായാലും അതുപോലെ സർക്കാരും. അപ്പോൾ അതിൽ നിന്ന് ഇനി എത്ര തന്നെ നമ്മൾ വിഷമിച്ചാലും, എത്ര ത്യാഗം സഹിച്ചാലും, എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ പ്രതികളെ തടങ്കലിലാക്കും വരെ പൊരുതും. അതിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ഹൈക്കോടതി വരെ ഞങ്ങൾ പോകും. അതിന് എല്ലാ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും, കോൺഗ്രസ് പ്രസ്ഥാനം, UDFൻ്റെയും നല്ലവരായ നാട്ടുകാരുടെയും എല്ലാം സന്മനസ്സുള്ള ഒരു വലിയൊരു സമൂഹം കേരളത്തിൽ നമ്മൾ പിന്നീട് ഉറപ്പുണ്ട്. ആ ഒരു ആത്മധൈര്യത്തോടും ആ ഒരു ചങ്കുറപ്പോടെ ഞങ്ങൾ ഇനിയും മുമ്പോട്ട് പോകും. അവരെ തടങ്കലിലടക്കും വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തതെന്നും ഇരട്ട ജീവപര്യന്തത്തിൽ തൃപ്തിയുണ്ടെങ്കിലും സമ്പൂർണ്ണ തൃപ്തിയില്ലെന്നും ഉണ്ണിത്താൻ പ്രതികരിച്ചു. കേസിൽ ഗൂഢാലോചനയുടെ കാര്യത്തിൽ തുടരന്വേഷണം വേണമെന്നും ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വിധി പുറത്തു വന്നിരിക്കുന്നു. 14 പ്രതികളിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്, വധശിക്ഷയാണ് കിട്ടുമെന്ന് ഞങ്ങളെല്ലാം കരുതിയത്. അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു. ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. പരിപൂർണമായി തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ വധശിക്ഷ പ്രതീക്ഷ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയാൽ, പക്ഷേ ഇരട്ട ജീവപര്യന്തത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. പൂർണ്ണ തൃപ്തിയില്ല എങ്കിൽ പോലും സംതൃപ്തരാണ്. മാത്രമല്ല, ഇതിനകത്ത് 4 പ്രതികൾ ഉന്നതന്മാരാണ്. ഒരാൾ XMLA 2 പ്രാവശ്യം, ഒരാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വെളുത്തോളി രാഘവനും വെളുത്തോളി ഭാസ്കരനും ഏരിയ കമ്മിറ്റിയുടെ നേതാക്കന്മാർ, ഇവിടെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ എല്ലാം പാർട്ടിക്കാരാണ്. സമൂഹത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു XMLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, സമൂഹത്തിൻ്റെ റോൾ മോഡലായി പ്രവർത്തിക്കേണ്ട 4 നേതാക്കന്മാർ അധികാരത്തിൻ്റെ ധാർഷ്ട്യം, ധിക്കാരം, ഹുങ്കുപയോഗിച്ച്, ബലം പ്രയോഗിച്ച് പോലീസിൽ നിന്ന് പ്രതികളെ മോചിപ്പിച്ച് അവരുടെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു. അപ്പം നശിപ്പിച്ചത് വളരെ ഗുരുതരമായ കുറ്റമാണ്. നാളെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുൻ MLAയും ഒരു MLAയും ഇത്തരമൊരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് മാതൃകാപരമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അവരുടെ ശിക്ഷ കുറഞ്ഞുപോയി 5 കൊല്ലക്കാലം, 12 കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അവർ ചെയ്തത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിക്ഷ കൂട്ടാനായി ഞങ്ങൾ എൻഹാൻസ്മെൻ്റ് അപ്പീൽ കൊടുക്കും. ഈ 4 പേരുടെ ശിക്ഷ കുറഞ്ഞുപോയി. ഇവർക്ക് 5 വർഷം പോരാ, ഇവർക്ക് 12 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള കുറ്റമാണ് ചെയ്ത്. മാത്രമല്ല, ഇത് സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കണം. ആർഗ്യുമെൻ്റ് നോട്ടിൽ പ്രതികളും പ്രതിഭാഗം വക്കീലുമായ CK ശ്രീധരൻ പറഞ്ഞു, ഈ 4 പേര് പ്രതികളാണ്. ആരാണ്? ഈ അരുണ്, ശാസ്താ ഗംഗാധരൻ, വത്സരാജ്, വിക്രമൻ, ഈ 4 പേര് പ്രതികളാണ്. ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട്. അപ്പോൾ ഗൂഢാലോചന കുറ്റം ശരിക്ക് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, PPP മുസ്തഫ നടത്തിയ കൊലവിളി പ്രസംഗം, ഈ കൊച്ചുങ്ങളുടെ ചാരം കർമ്മം ചെയ്യാൻ പോലും കൊടുക്കില്ല എന്നാണ് PPP മുസ്തഫ പറഞ്ഞത്. ആ കൊലവിളി പ്രസംഗം ഞങ്ങൾ CBIക്ക് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ PPP മുസ്തഫ ഈ കേസിൽ പ്രതിയായിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ആർഗ്യുമെൻ്റ് നോട്ടിൽ പ്രതിഭാഗം വക്കീൽ പറഞ്ഞ 4 പേര്, ഞങ്ങൾ പ്രതികളാണെന്ന് തീർത്ത് പറഞ്ഞ 4 പേര്, പ്രതിഭാഗം അംഗീകരിച്ച 4 പേര്, അതുപോലെ PPP മുസ്തഫ അടക്കമുള്ള ആളുകൾ പ്രതിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തുടരന്വേഷണം ഇക്കാര്യത്തിൽ വേണം. തുടരന്വേഷണം ഏത് കാര്യത്തിലാണ്? ഗൂഢാലോചനയുടെ കാര്യത്തിൽ മാത്രം. ഗൂഢാലോചനയുടെ കാര്യത്തിൽ തുടരന്വേഷണം വേണം.
സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് CPCRIയിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് സെമിനാർ നടക്കുന്നത്. ICAR ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹിമാൻഷു പഥക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര വികസനത്തിന് ഇതര മേഖലയ്ക്കൊപ്പം തോട്ടവിളകളുടെ പ്രാധാന്യം കൂടി ബോധ്യപ്പെടുത്തുവാൻ CPCRI നടത്തുന്ന ദേശീയ സെമിനാറിന് തുടക്കമായി. CPCRIയുടെ 109ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സെമിനാർ ICAR ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹിമാൻഷു പഥക് ഉദ്ഘാടനം ചെയ്തു. Nurturing an institute and keeping it relevant and more relevant for more than 100 years is not a small job. You might be knowing there are several institutes which were established and then after 25, 30, 50, 60 years closed. But this is the institute which is contributing in a very big way for last more than 100 years. And now, as many of our younger friends said, that probably this institute has to contribute even bigger, even more, even better in the changing scenario. KVK ന്യൂ ബിൽഡിംഗ് മൾട്ടി യൂട്ടിലിറ്റി ഹബ്ബ്, ഭാരത് രത്ന MS സ്വാമിനാഥൻ കമ്മിറ്റി റൂം, കൽപ്പക അഗ്രിടെക് എക്സ്പോ എന്നിവയുടെ ഉദ്ഘാടനവും സോളാർ പവർ ഗ്രിഡിൻ്റെ കമ്മീഷനിങ്ങും ടിഷ്യൂ കൾച്ചർ ഹാർഡനിങ് ഫെസിലിറ്റി, കൽപ്പ ഒബ്സർവേറ്ററി എന്നിവയിലേക്കുള്ള സന്ദർശനവും സെമിനാറിൻ്റെ ഭാഗമായി നടന്നു. ശാസ്ത്രജ്ഞർ, വിദ്യാർത്ഥികൾ, കാർഷിക സംരംഭകർ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വികസന ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ, FPOകൾ, കർഷകർ, മറ്റ് പങ്കാളികൾ എന്നിവർ സെമിനാറിൽ പങ്കെടുക്കുന്നു. 2015 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ തോട്ടം മേഖല കൈവരിച്ച പുരോഗതി വിലയിരുത്തുന്നതിനും പോരായ്മകൾ നികത്തുന്നതിനുമുള്ള തന്ത്രങ്ങൾ അടുത്ത 5 വർഷത്തേക്ക് രൂപപ്പെടുത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന സെമിനാറിൽ കാർഷിക മേഖലയിലെ വിവിധ മേഖലകളിൽ നിന്നും പ്രമുഖ വ്യക്തികളുടെ സംവാദങ്ങൾ, പാനൽ ചർച്ചകൾ, പോസ്റ്റർ അവതരണങ്ങൾ, പ്രദർശനങ്ങൾ, ഫീൽഡ് സന്ദർശനങ്ങൾ, യുവ ഗവേഷക അവാർഡ് വിതരണം എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടിവെള്ളം മലിനമാക്കുന്നുവെന്ന പരാതിയിൽ അടച്ചുപൂട്ടിയ തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉടമ നാട്ടുകാരെ കള്ളക്കേസിൽപ്പെടുത്തുന്നുവെന്നും കാസർഗോഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അധികൃതർ കുടിവെള്ള പരിശോധന നടത്താൻ തയ്യാറാവാത്തതിലും പ്രതിഷേധിച്ച് ബീരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മത്സ്യവിപണന കേന്ദ്രത്തിന്റെ പഞ്ചായത്ത് ലൈസൻസ് റദ്ദു ചെയ്യണമെന്ന ആവശ്യവും സമരക്കാർ ഉന്നയിച്ചു. 4 മാസം മുൻപ് നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് അടച്ച മത്സ്യവിപണന കേന്ദ്രം വീണ്ടും തുറക്കുന്നതിന് ഉടമ നവീകരണം നടത്തുവാൻ ശ്രമിക്കവെയാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തത്. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൻ്റെ നെയിം ബോർഡും മറ്റും തകർക്കപ്പെട്ടുവെന്ന പരാതിയിൽ ഉടമ നൽകിയ പരാതിയിൽ ചന്ദേര പോലീസ് പഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി ഉൾപ്പെടെയുള്ള 15 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതേസമയം കള്ളപ്പരാതിയിലാണ് നാട്ടുകാർക്കെതിരെ കേസെടുത്തതെന്നുൾപ്പെടെ ആരോപിച്ചാണ് ബീരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നാട്ടുകാർ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെ 150-ൽ പരം പേർ പങ്കെടുത്ത മാർച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി ഉദ്ഘാടനം ചെയ്തു. നമ്മളാരും ഈ ഒരു സ്ഥാപനത്തിനെതിരല്ല, പക്ഷേ ആ സ്ഥാപന മേധാവി കാണിച്ച തെണ്ടിത്തരത്തിന് ഈ പറഞ്ഞ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു കേസെടുത്തിരിക്കുകയാണ്. കേസ് കണ്ടുകൊണ്ട് ബീരിച്ചേരിയിലെ ഏതെങ്കിലും ഒരു പൊതുജനങ്ങള്, ഏതെങ്കിലും ഒരു യുവാവ് പിന്തിരിഞ്ഞ ചരിത്രം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VPP ഷുഹൈബ്, VPU മുഹമ്മദ്, B സമീർ, UP ഫാസിൽ, B ഷഫിയുള്ള എന്നിവർ നേതൃത്വം നൽകി. മത്സ്യ വിപണന കേന്ദ്രത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്നതുവരെ ജനകീയ പ്രതിഷേധം തുടരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാർഷിക മേഖലയിലെ വിജയത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂവെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനകീയ സംഘാടനത്തിലൂടെ സംഘടിപ്പിച്ച കാർഷിക വിനോദ വിജ്ഞാന പ്രദർശനമായ ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിലെ വിജയത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂവെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനകീയ സംഘാടനത്തിലൂടെ സംഘടിപ്പിച്ച കാർഷിക വിനോദ വിജ്ഞാന പ്രദർശനമായ ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയമായ പരിശോധന, ശാസ്ത്രീയമായ പരീക്ഷണം,
ആ പരീക്ഷണങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടുകൂടി എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കാർഷിക കേരളം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള സന്ദർശന പരിപാടി, നവകേരള സുസ്ഥിര പരിപാടിയിലും കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത് കാർഷിക വകുപ്പും കൃഷി മന്ത്രിയും എല്ലാം കൂടി ചേർന്ന് ഒരു ഭാവം നൽകിയിട്ട് ഞങ്ങൾ പല ഈ അദാലത്തിന് പങ്കെടുത്തു. അത് കാർഷിക വിഷയം ധാരാളം ഉന്നയിക്കാൻ പറ്റുന്ന എം രാജഗോപാലൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാർഷിക സർവകലാശാല പവലിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഫീൽഡ് തല പ്രദർശനം, ബയോ പാർക്കുകൾ, ഫ്രഷ് ഫ്രം ഫാം, വിപണനമേള എന്നിവയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. സെമിനാർ, പരിശീലന പരിപാടികൾ, അഗ്രോ ക്ലിനിക്, മണ്ണു പരിശോധന എന്നിവയുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ T വനജ, അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ്, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, കാസർഗോഡ് ആത്മ പ്രൊജക്ട് ഡയറക്ടർ A സുരേന്ദ്രൻ, രവീന്ദ്രൻ മാണിയാട്ട്, KTV മോഹനൻ, VV കൃഷ്ണൻ, PV ഗോവിന്ദൻ, ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ K നിതീഷ് എന്നിവർ സംസാരിച്ചു. നേരത്തെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മന്ത്രിയെയും ജനപ്രതിനിധികളെയും വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് ആനയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കേളുകുട്ടി അയ്യപ്പനഗർ അയ്യപ്പ ഭജന മന്ദിരത്തിൽ ശ്രീ അയ്യപ്പ ഭഗവാന്റെ നൂതന രചന രേഖാ പ്രതിഷ്ഠ ഭക്തിയുടെ നിറവിൽ നടന്നു. ബ്രഹ്മശ്രീ ഉളിയ വിഷ്ണു ആശ്രയുടെ കാർമ്മികത്വത്തിലായിരുന്നു വൈദിക ചടങ്ങുകൾ നടന്നത്. 4 ദിവസങ്ങളിലായുള്ള ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളും നടന്നുവരുന്നുണ്ട്. കാസർഗോഡ് കേളുകുട്ടി അയ്യപ്പനഗർ അയ്യപ്പ ഭജന മന്ദിരത്തിലെ വാർഷികവും പുനഃപ്രതിഷ്ഠാ മഹോത്സവവും നാടിനെ ഭക്തിസാന്ദ്രമാക്കുന്നു. അയ്യപ്പ ഭഗവാന്റെ നൂതന രചത രേഖാഫലക പ്രതിഷ്ഠ 9:36 കുംഭലഗ്ന ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ ഉളിയ വിഷ്ണു ആശ്രയുടെ കാർമ്മികത്വത്തിൽ നടന്നു. രാവിലെ 7 മണിക്ക് ഗണപതി ഹോമത്തോടുകൂടിയാണ് പൂജാകർമ്മങ്ങൾക്ക് തുടക്കമായത്. എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജിക്ക് പൂർണ്ണകുംഭ സ്വാഗതവും നൽകി. പ്രതിഷ്ഠയ്ക്ക് ശേഷം ധാർമ്മിക സഭ നടന്നു. ಬ್ರಹ್ಮಶ್ರೀ ಉಳಿಯ ವಿಷ್ಣುವಾಸರ ಸಚ್ಚಿದಾನಂದ ಭಾರತಿ ಸ್ವಾಮೀಜಿ എന്നിവർ ಆಶೀರ್ವಚನಂ നൽകಿ. ಖಂಡಿತವಾಗಿಯೂ ಧರ್ಮ ಇನ್ನಷ್ಟು ಗಟ್ಟಿಯಾಗುವುದರಲ್ಲಿ ಯಾವುದೇ ಸಂದೇಹ ಇಲ್ಲ. ಅಂತಹ ಕೆಲಸವನ್ನು ಇವತ್ತು ಶಬರಿಮಲೆ ಅದರಲ್ಲಿ ನೆಲೆಯಾಗಿರುವಂತಹ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ಆ ಸೇವೆಯನ್ನು ಎಲ್ಲ ಭಕ್ತರಿಂದ ಕೂಡ ಮಾಡಿಸ್ತಾ ಇದ್ದಾನೆ. ಇವತ್ತು ಆ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿಯ ಒಂದು ಸಾನ್ನಿಧ್ಯವನ್ನು ಹೊಂದಿ ಬಹಳ ಸುಂದರವಾಗಿ ನೂತನ ರಜತ ರೇಖಾಫಲಕ ಇವತ್ತಿಗೆ ಪ್ರತಿಷ್ಠಾಪನೆಗೊಂಡಿದೆ. ನಮಗೆ ನೋಡುವಾಗಲೇ ಬಹಳಷ್ಟು ಮನಸ್ಸಿಗೆ ಸಂತೋಷವಾಗ್ತದೆ. ಆ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ಮಂದಿರದಲ್ಲಿ ಪ್ರತಿಷ್ಠಾಪನೆಗೊಂಡು ಈ ಪರಿಸರವನ್ನು ಎಲ್ಲ ಜನರು ಕೂಡ ಅದನ್ನು ಕಣ್ತುಂಬಿಕೊಂಡಿದ್ದಾರೆ. ಮುಖ್ಯವಾಗಿ ಇಂತಹ ಒಂದು ಉತ್ತಮವಾದಂತಹ ಒಂದು ವ್ಯವಸ್ಥೆಯನ್ನು ಹಿಂದೂಗಳಿಗೆ ಒಂದು ಬಹಳಷ್ಟು ಒಂದು ವಿಶ್ವಾಸಕ್ಕೆ ಅರ್ಹವಾದ ಒಂದು ಕೇಂದ್ರವನ್ನು ಈ ರೀತಿಯಲ್ಲಿ ನಡೆಸಿಕೊಂಡು ಬರ್ತಾ ಇರುವಂತಹ ಇದರ ಎಲ್ಲ ಅಧ್ಯಕ್ಷರಾದ ಎಲ್ಲ ಕಾರ್ಯಕರ್ತ ಬಂಧುಗಳನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ವಿಶೇಷವಾಗಿ ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇವೆ. റിട്ടയർഡ് ബാങ്ക് മാനേജർ അമ്മുറായി ചട്ല അധ്യക്ഷത വഹിച്ചു. ഗിരിധർ കാമത്ത്, ഗുരുസ്വാമികളായ ബാലകൃഷ്ണ, കൊറഗപ്പ, ശ്രീധര, വാസു, പവൻകുമാർ, നവീനകുമാരി എന്നിവർ സംബന്ധിച്ചു. അഡ്വക്കേറ്റ് പി മുരളീധരൻ സ്വാഗതവും സന്ദേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാർഷിക പ്രദർശന വിപണനമേള ശനിയാഴ്ച ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2025 ജനുവരി 4 മുതൽ 12 വരെ നടക്കുന്ന കാർഷിക പ്രദർശന വിപണനമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പൂവൽ ബെഞ്ച് കോർട്ടിൽ കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന വിപണനമേള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാനാണ് ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞുമ്പ അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, പത്മശ്രീ ഉൾപ്പെടെ നേടിയ നമ്മുടെ സത്യനാരായണ ബെളേരി ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 12-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കർഷക അവാർഡുണ്ട്. അവാർഡിൻ്റെ
പ്രഖ്യാപനവും സമാപന സമ്മേളനവും 12-ാം തീയതി വൈകുന്നേരമാണ്. ബഹുമാനപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, സ്ഥിരം സമിതി അധ്യക്ഷൻ BK നാരായണൻ, BDO ഇൻചാർജ് NA മജീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബ്രദേഴ്സ് മണിമുണ്ടയുടെ 30ാം വാർഷികാഘോഷത്തിന് പ്രൗഢമായ സമാപനം. സാമൂഹിക സാംസ്കാരിക സേവന രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബ്രദേഴ്സ് മണിമുണ്ടയുടെ 30ാം വാർഷിക പരിപാടിയായ മണിമുണ്ട ഫെസ്റ്റ് നാട് ആഘോഷപൂർവ്വം കൊണ്ടാടി. സമാപന പരിപാടിയിൽ പുരസ്കാര സമർപ്പണവും നടന്നു. സാമൂഹിക സാംസ്കാരിക സേവന രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബ്രദേഴ്സ് മണിമുണ്ടയുടെ 30ാം വാർഷിക പരിപാടിയായ മണിമുണ്ട ഫെസ്റ്റ് നാടിനാഘോഷമായി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി മണിമുണ്ട സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഫെസ്റ്റ് മണിമുണ്ട ഗ്രാമത്തിൽ ആവേശത്തിൻ്റെ അലയൊലികളാണ് സൃഷ്ടിച്ചത്. നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് ഫെസ്റ്റ് കാണുന്നതിനായി ഒഴുകിയെത്തിയത്. വ്യാഴാഴ്ച മണിമുണ്ട സ്കൂൾ ഹാളിൽ നടന്ന സമാപന സമ്മേളനം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്ത് നിന്ന് മൺമറഞ്ഞു പോയ ആൾവായി മൂസ ഹാജി, യൂസുഫ് ഹാജി, പ്രിയപ്പെട്ട ഉമ്പാച്ചയുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ, അതോടൊപ്പം കുട്ടികളുടെ മറ്റുള്ള മേഖലകളിൽ ജേതാക്കളായ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ എപ്പോൾ കടന്നു വരുമ്പോഴും എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ മനസ്സിൽ കടന്നു പോകാറുണ്ട്. ഇന്നിവിടെ മൂസാജി ആൽവായുടെ ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് എൻ്റെ പിതാവാണ്. സമാപന പരിപാടിയിൽ പുരസ്കാര സമർപ്പണവും നടന്നു. ബ്രദേഴ്സ് മണിമുണ്ടയുടെ സാമൂഹിക ശാക്തീകരണത്തിനുള്ള മൂസ ഹാജി സ്മാരക അവാർഡ് KM അബൂബക്കറിനും, സയ്യിദ് യൂസഫ് ഹാജി സ്മാരക കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അവാർഡ് MK അലി മാസ്റ്ററിനും, സുൽഫിക്കർ ഉമ്പായിച്ച സാമൂഹിക സേവനത്തിനുള്ള അവാർഡ് അബ്ദുൽ റഷീദ് ഉസ്മാനും MLA AKM അഷ്റഫ് സമ്മാനിച്ചു. തുടർന്ന് മണിമുണ്ട ഗ്രാമത്തിൻ്റെ വികസന നായകന്മാരായ 12 പേരെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ബിരുദധാരികളെയും അനുമോദിക്കുകയും ചെയ്തു. മുഹമ്മദ് മുസ്ഹബ്, ഉസ്മാൻ ദാവൂദ്, ഷബീർ, ഉബൈദുള്ള, അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് അഫ്രീദ്, മുഹമ്മദ് അഫ്സൽ, അബ്ദുൽ ജലീൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ക്ഷീരവ്യവസായ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തോളമായി കർഷകശ്രീ എന്ന ബ്രാൻഡിനെ പടുത്തുയർത്തിയ അബ്ദുള്ള കുഞ്ഞിക്ക് റിയൽ ഇന്ത്യ വിഷൻ പുരസ്കാരം. ബേക്കൽ ബീച്ച് കാർണിവലിനോടനുബന്ധിച്ച് റിയൽ ഇന്ത്യ വിഷൻ സംഘടിപ്പിച്ച ഫിയസ്റ്റ നൈറ്റിൽ സിംകോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നാസർ അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചു. 12 വർഷങ്ങൾക്ക് മുൻപ് ക്ഷീര വ്യവസായ മേഖലയിൽ കുത്തക ബ്രാൻഡുകളും അന്യസംസ്ഥാന പാലും പാലുൽപ്പന്നങ്ങളും വിപണി കീഴടക്കിയ സമയത്താണ് അബ്ദുള്ള കുഞ്ഞി കർഷകശ്രീയുമായി വിപണിയിൽ രംഗപ്രവേശനം ചെയ്തത്. കുരുന്നു മനസ്സ് പോൽ പരിശുദ്ധം എന്ന ടാഗ് ലൈനിനോട് 100% കൂറുപുലർത്തി ഉയർന്ന ഗുണനിലവാരവും രാസവസ്തുക്കൾ ചേർക്കാത്തതുമായ തനി നാടൻ പശുവിൻ പാലുമായി കർഷകശ്രീ വിപണിയിലെത്തിയതോടെ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സപ്തഭാഷാ സംഗമ ഭൂമിയിലും അയൽ ജില്ലകളിലുമടക്കം കുത്തക ബ്രാൻഡുകളെപ്പോലും മറികടന്ന് ഉപഭോക്താക്കളുടെ വിശ്വസനീയമായ പാലായി കർഷകശ്രീ മാറുകയായിരുന്നു. ബേക്കൽ ബീച്ച് കാർണിവലിനോടനുബന്ധിച്ച് റിയൽ ഇന്ത്യ വിഷൻ സംഘടിപ്പിച്ച ഫിയസ്റ്റ നൈറ്റിൽ സിംകോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നാസർ അബ്ദുള്ള കുഞ്ഞിക്ക് പുരസ്കാരം സമ്മാനിച്ചു. ബിസിനസ് മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം കൂടിയാണ് അബ്ദുള്ള കുഞ്ഞി. ഫാമിലി വെൽഫെയർ സൊസൈറ്റി ചെയർമാനായിരുന്ന കാലത്ത് 90ഓളം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളാണ് ഇദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിച്ചത്. റിയൽ ഇന്ത്യ വിഷൻ പുരസ്കാരം ലഭിച്ചത് കർഷകശ്രീക്കും അബ്ദുള്ള കുഞ്ഞിക്കുമുള്ള മികച്ച അംഗീകാരമായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KMCC സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NA ഖാലിദ് സംഗമം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KMCC സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NA ഖാലിദ് സംഗമം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് റഷീദ് ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KK ജാഫർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് അബുദാബി സംസ്ഥാന KMCC ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ട PK അഹമ്മദിനെയും ദുബായ് സംസ്ഥാന KMCC വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത അബ്ദുള്ള ആറങ്ങാടിയെയും ആദരിച്ചു.
MP ജാഫർ, K മുഹമ്മദ് കുഞ്ഞി, KK ബദ്രുദ്ദീൻ, AP ഉമ്മർ, ഇബ്രാഹിം പാലാട്ട്, ഷംസുദ്ദീൻ ആവിയിൽ, TK സുമയ്യ, കരീം കുശാൽ നഗർ, KH ഷംസുദ്ദീൻ കല്ലുരാവി, CH സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പടിഞ്ഞാർ അൽ ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് 10ാം വാർഷികാഘോഷത്തിന്റെ നിറവിൽ ആംബുലൻസ് സമർപ്പണം നടന്നു. കാസർഗോഡ് ജില്ലയിലെ മതസാമൂഹിക സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പടിഞ്ഞാർ അൽ ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ആംബുലൻസ് സമർപ്പണം നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഹനീഫ ഡൽഹി അധ്യക്ഷത വഹിച്ചു. TK അബ്ദുൾ റസാഖ് സ്വാഗതവും ട്രസ്റ്റ് മീഡിയ കൺവീനർ മുഹമ്മദ് ഇക്ബാൽ TK നന്ദിയും പറഞ്ഞു. റസാഖ് ഉസ്താദ് ദുആയ്ക്ക് നേതൃത്വം നൽകി. സാദിഖ് പടിഞ്ഞാർ, MK അബ്ദുള്ള, MK റഷീദ്, KP ഇബ്രാഹിം, TK ഇബ്രാഹിം, അസീസ് ആറങ്ങാടി, TK സുമയ്യ, PVM കുട്ടിഹാജി, ചെയർമാൻ ഷുഹൈബ് TK തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ M കുഞ്ഞമ്പു അനുസ്മരണം നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ച M കുഞ്ഞമ്പുവിന്റെ ഓർമ്മദിനത്തിൽ CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി V നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. A ഷാജി എടമുണ്ട, MV നാരായണൻ, A കൃഷ്ണൻ, K സീത, നാരായണൻ മാടിക്കാൽ, P നാരായണൻ എന്നിവർ സംസാരിച്ചു. P കുഞ്ഞിക്കേളു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. വിധിക്ക് പിന്നാലെ പെരിയ കല്ല്യോട്ടുണ്ടായത് വികാരനിർഭര രംഗങ്ങൾ. സ്മൃതി കുടീരത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ. സുസ്ഥിര വികസനം. കാസർഗോഡ് CPCRIയിൽ 3 ദിവസത്തെ സെമിനാറിന് തുടക്കം. ഡോക്ടർ ഹിമാൻഷു ഭദക് ഉദ്ഘാടനം ചെയ്തു. കള്ളക്കേസിൽ കുടുക്കുന്നുവെന്ന ആരോപണം. ബീരിച്ചേരി ജനകീയ കൂട്ടായ്മ പ്രതിഷേധം നടത്തി. പിലിക്കോട് ഫാം കാർണിവൽ തുടങ്ങി. കാർഷിക മേഖലയിലെ വിജയത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂവെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കേളുകുട്ടി അയ്യപ്പ ഭജന മന്ദിരത്തിൽ ശ്രീ അയ്യപ്പ ഭഗവാന്റെ നൂതന രചിത രേഖാ പ്രതിഷ്ഠ ഭക്തിയുടെ നിറവിൽ നടന്നു. ബ്രഹ്മശ്രീ ഉളിയ വിഷ്ണു അസ്ത്രിയുടെ കാർമ്മികത്വത്തിലായിരുന്നു പ്രതിഷ്ഠ. കാർഡുക ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാർഷിക പ്രദർശന വിപണനമേള ശനിയാഴ്ച ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.